നമ്മൾ വിചാരിക്കും ദൈവമക്കൾക്ക് മാത്രമേ ദൂഷണവും അപമാനവും ഈ വലിയ കഷ്ടതയുമൊക്കെ നമ്മൾ മാത്രമേ സഹിക്കുന്നുള്ളൂ എന്നാണ്. ഇല്ല, നമ്മൾ മാത്രമല്ല, ലോക സഹജമാണ് അപമാനം, ദൂഷണം പറയാനായി ചിലർ ജനിച്ചവരുണ്ട്. അവരുടെ ജീവിതത്തിലുള്ള ഏക ജോലി എന്ന് പറഞ്ഞാൽ ദൂഷണം, മറ്റുള്ളവരുടെ ദൂഷണത്തെ കണ്ടെത്തുക, അതിനെ ഒന്ന് വികസിപ്പിക്കുക, അവരുടെ കയ്യിൽ നിന്നും കൂടെ കുറച്ചിട്ടും കൊണ്ട് അതിന് കുറച്ച് ഡെക്കറേഷൻസൊക്കെ വരുത്തി അത് വളരെ മനോഹരമായി പ്രചരിപ്പിക്കുക. ഇതിനായിട്ട് ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട മനുഷ്യരുമുണ്ട്. അങ്ങനെയുള്ളവരെ ദൈവം നിയോഗിച്ചു വെച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും അഭിമുഖീകരിക്കുന്നതായ ഒരു പ്രശ്നമാണ് അപമാനം, നിന്ദ, പരിഹാസം, ദൂഷണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ അനേകം ആത്മഹത്യകളും പ്രശ്നങ്ങളും വഴക്കുകളും കേസുകെട്ടുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെയും ഒരു ദൈവ പൈതൽ ദൂഷണം നിമിത്തം, അപമാനം നിമിത്തം കുടുംബമായി ആത്മഹത്യ ചെയ്ത ചരിത്രം ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. വാസ്തവമായി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. അതെന്താ കാര്യം? അതിനൊരു കാരണമുണ്ട്. അവന് മുമ്പേ കഷ്ടതയും അപമാനവും നിന്നയും ഏറ്റുവാങ്ങിയ ഒരു കർത്താവിങ്കിലുള്ളത് വിശ്വാസം. അങ്ങനെയൊക്കെയുള്ളതായ വ്യക്തികളിൽ ചില രൂപാന്തരം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹാത്മ്യം അതാണ് പ്രിയരെ. ദൂഷണത്തെയും അപമാനത്തെയും നിന്ദയെയും പരിഹാസത്തെയും ഒക്കെ ഒരളവ് വരെ സഹിപ്പാനുള്ള ഒരു കൃപ അവർക്ക് കിട്ടും. സഹിപ്പാൻ കൃപയില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ചെന്നിരിക്കുവാനുള്ള ഒരു വലിയ ആശ അവരുടെ ഹൃദയത്തിൽ വരും. ദൈവസന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ അമിതമായ കൃപ ദൈവം അവർക്ക് പകർന്നു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു നല്ല വചനം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ആശ്വാസ വചനം, മറ്റാരും നമുക്ക് തരാത്തതായ ഒരു വാഗ്ദത്തം, ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ധൈര്യപ്പെടുത്തൽ. യെശയ്യാപ്രവചനം 51 അധ്യായത്തിൻ്റെ 7 വാക്യം. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള ജനവും ആയുള്ളവരേ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്നെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയുമരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര മനോഹരമായ വാഗ്ദത്തമാണെന്നറിയാം. ഇതൊരു വാഗ്ദത്തമാണ്. ദൈവം പറയുകയാണ്. എന്നാൽ 2 വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായ ഒരു സന്ദേശമാണ്. ഒന്ന്, നീതിയെ അറിയുന്നവർ. എല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നെങ്കിൽ, സകല മനുഷ്യർക്കും കൊടുത്തിരുന്നെങ്കിൽ, പിന്നെ ഈ ഭൂമിയിൽ ആരെ പേടിക്കാനാ? എങ്ങനെയും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയും. എന്നാൽ ഈ വാഗ്ദത്തത്തെ, ഇതിനെ അവകാശമാക്കുവാൻ, ഇങ്ങനെ ഒരു ജീവിതത്തെ അവകാശമാക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത 2 യോഗ്യതയുള്ള മനുഷ്യരാണ്. ഒന്ന്, നീതിയെ അറിയുന്നവരും ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഹൃദയത്തിലുള്ളതുമായ ഒരു കൂട്ടം ജനങ്ങളെ കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെയും അവരുടെ ദൂഷണങ്ങളെയും കേട്ട് ഭയപ്പെടരുത്, പേടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരുടെ നിന്ദയ്ക്കും ദൂഷണത്തിനും നിന്നെ കൊല്ലുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അടിസ്ഥാനപ്പെട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് നിന്നെ കൊല്ലുവാൻ കഴിയും. മരണത്തിനുള്ള പ്രേരണ നിനക്ക് തരുവാൻ കഴിയും. നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കൂ. യേശുക്രിസ്തുവിനോളം നിന്ദയും പരിഹാസവും അപമാനവും ഏറ്റുവാങ്ങിയതായ ഒരു മനുഷ്യർ വേറെ ഉണ്ടോ? കർത്താവിനെ സംബന്ധിച്ചിടത്തോളം താൻ പലയിടത്തും നിന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ചതായ നിത്യജീവൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കയിൽ അവൻ്റെ സ്വജാതിക്കാർ അവനെ വന്ന് പരിഹസിച്ച് അവനോട് പറയാണ്, നീ തച്ചൻ്റെ മകനല്ലയോ? നീ ഗലീലക്കാരനല്ലയോ?
നീ മിസ്രൈമിനല്ലയോ? ഇങ്ങനെ പല രീതിയിലുള്ള അപമാനം, കൊച്ചാക്കൽ. കുടുംബപ്പേരെടുത്ത് നമ്മെ അപമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പൻ ഓടി വരും. അദ്ദേഹം ജീവനോടുണ്ടെങ്കിൽ എന്താണെന്നറിയാം? ഓടി വന്നു, യെസ്, എൻ്റെ മകനാണ്, ആർക്കെന്താണ് നഷ്ടം? എൻ്റെ കുഞ്ഞ് എൻ്റേതാണെന്ന് പറയുന്നതിന് എന്താണ് എനിക്ക് അഭിമാനക്കേട്? എൻ്റെ മകൻ തന്നെയാണ്. അങ്ങനെ അപ്പൻ അവന് വേണ്ടി വാദിക്കുവാൻ ഇറങ്ങി വരും. പക്ഷെങ്കിൽ യോസേഫ് എന്ന് പറയുന്ന ആ പുരുഷൻ യേശുവിന് വേണ്ടി ഒരിക്കൽ പോലും ഇടനില നിൽക്കുവാൻ അവർ വന്നില്ല. അവനെ പ്രസവിച്ച മറിയ ഒരു ദിവസം പോലും എൻ്റെ മകനോട് അങ്ങനെ പറയരുതെന്ന് ജനത്തെ അമർച്ച ചെയ്യുവാൻ ഒരിക്കൽ പോലും അവൾ പ്രത്യക്ഷപ്പെട്ടില്ല. അവിടെ 30 വയസ്സ് വരെ ജീവിച്ചതായ ഭവനത്തിലുള്ള തൻ്റെ സഹോദരന്മാർ അവനെ പലപ്പോഴും അപമാനിച്ച് അവനെ ഇറക്കി വിടുന്നത് പോലുള്ള വാക്കുകൾ പറയുമായിരുന്നു. കർത്താവ് അത് സഹിച്ചു. കാരണം താൻ ആരാണെന്ന് തനിക്ക് മാത്രമല്ലാതെ മറ്റാർക്കും അറിയില്ല, മറ്റാർക്കും താൻ വെളിപ്പെടുത്തിയില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതിനാൽ, നീതിയെ തിരിച്ചറിയുന്നതിനാൽ ഒരു ദിവസം ഈ പറയുന്ന വാക്കുകളെല്ലാം തിരുത്തി എഴുതുവാൻ അവനിൽ കൂടെ കടന്നു വരുന്നതായ ഒരു വലിയ സഹസ്രങ്ങളെ കർത്താവ് ദൂരമേ ഹൃദയത്തിൽ കണ്ടു. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്ക് വേണ്ടി പലരും ഉണ്ട്. ഒരു പ്രശ്നം വന്നാൽ എൻ്റെ വീട്ടുകാർ, എൻ്റെ സഹോദരങ്ങളിൽ എനിക്കുള്ളവരൊക്കെ ആരെങ്കിലുമൊക്കെ കയറി ഇടപെടും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ടായിരിക്കാം. എനിക്കും അങ്ങനെ പല സമയത്തും പ്രതീക്ഷകളുണ്ടായിരുന്ന സമയങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ, ദുഃഖത്തിലായിരുന്നപ്പോൾ കർത്താവ് ആ പ്രതീക്ഷയ്ക്കെല്ലാം ഭംഗം വരുത്തി എന്നെ ഏകനായി വിട്ടു. തകർന്നുപോയി പല സമയത്തും. കർത്താവേ, ഈ സമയത്ത് നീ എന്നെ ഏകനായി വിടുന്നുവോ? ഒരു വാക്കുകൊണ്ട് പോലും എന്നെ സഹായിക്കാൻ ഞാൻ പ്രതീക്ഷിച്ചവരെല്ലാം എന്നെ കൈവിട്ടല്ലോ. കർത്താവാണ് കൈവെടിയിച്ചതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം അവർ നിന്നെ രക്ഷിച്ചു എന്ന് നീ പറയാതിരിക്കേണ്ടതിന് നിന്റെ നാവ് കൊണ്ട് അങ്ങനെ ഉച്ചരിക്കുന്നത് ദൈവത്തിന് സഹിച്ചുകൂടാ. തൻ്റെ സ്നേഹം നിന്നിൽ ഊറ്റിയത് സകല വാക്തത്വങ്ങളും നിന്റെ ഹൃദയത്തിൽ തന്നും കൊണ്ടാണ്. ആ വാക്തത്വത്തെ കർത്താവ് ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ റിന്യൂ ചെയ്യുകയാണ്. എൻ്റെ നീതിയെ തിരിച്ചറിയുന്നവരും എൻ്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലുള്ളവരും ആയുള്ളവരെ കേൾപ്പി. മനുഷ്യരുടെ വാക്കും നിന്നയും പരിഹാസവും കേട്ട് നീ ഭയപ്പെടുകയും പേടിക്കുകയും ചെയ്യരുത്. പിന്നെ ഒരു കാര്യം ചെയ്യാൻ ദൈവം ആത്മാവിനാൽ അരുളി ചെയ്യണം. അതിൻ്റെ 10-ാം വാക്യം, അതിൻ്റെ 9-ാം വാക്യത്തിൽ, യഹോവയുടെ ഭുജമേ ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക, പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്നപോലെ ഉണരുക എന്ന് പറഞ്ഞാൽ പൂർവകാലത്ത് നിന്നിൽ ഉണ്ടായതായ ശക്തി, ഒരു പ്രോമിസ് നീ ദൈവത്തോട് ചെയ്തു. എന്താണെന്നറിയാം? കർത്താവിനോട് ചെയ്തു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിച്ചു കൊള്ളും. എത്ര കഷ്ടമാണെങ്കിലും ഞാൻ നിന്റെ പുറകെ വരാം. കർത്താവ് അതെല്ലാം സ്നേഹത്തോടെ കേട്ടു. കർത്താവ് പറയാണ്, ഏത് ധൈര്യത്തോടു കൂടിയാണ് നീ എന്നോട് അത് പറഞ്ഞത്? ആ ധൈര്യത്തിലേക്ക് പ്ലീസ് കം ബാക്ക്. നിന്റെ ആദ്യ സ്നേഹം, അഴുക്കുപുരണ്ട ഒരു ജീവിതത്തിൽ നിന്ന് കർത്താവ് നിന്നെ കോരിയെടുത്തു. ചേറ്റിൽ നിന്ന് നിന്നെ പിടിച്ചു കയറ്റി. നിന്റെ ജീവിതം വളരെ ദുഃഖകരമായിരുന്നു. ആരും നോക്കാതെ എല്ലാവരും തഴഞ്ഞു കളഞ്ഞ ഒരു അവസ്ഥ നിനക്കുണ്ടായിരുന്നു. നിന്റെ സ്വന്തം ഭവനത്തിൽ പോലും നല്ലൊരു ബഹുമാനമോ സ്ഥാനമോ പ്രവേശനമോ നിനക്ക് ലഭിച്ചില്ല. ഒരു പക്ഷെങ്കിലും മാതാപിതാക്കൾ പേരിന് വേണ്ടി നിനക്ക് സംരക്ഷണമൊക്കെ തന്നിരിക്കും. പക്ഷെങ്കിൽ നിന്റെ കഷ്ടതയിൽ പിടിച്ചു നിൽക്കുവാൻ ആ സംരക്ഷണവും ആ വാക്കുകളും ഒരു പക്ഷെങ്കിൽ പോരാതെ വന്നു. നീ ഉയരത്തിലേക്ക് നോക്കി, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് നോക്കും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് ദാവീദ് തന്നെ സ്വയം ഒരു ഉത്തരം കണ്ടെത്തി. തന്നിൽ തന്നെ താൻ ഒരു ചോദ്യം ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? യെസ്, ദൈവത്തിൻ്റെ ആത്മാവ് അവന് പെട്ടെന്ന് ഒരു റിപ്ലൈ കൊടുത്തു, നിന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് വരുന്നു. ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നീതി നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ,
എന്താണ് നീതി? സകലത്തിൻ്റെയും മുൻപിൽ സഹിപ്പാനും ക്ഷമിപ്പാനും ധൈര്യത്തോടെ പുഞ്ചിരിയോടുകൂടെ പ്രതിഷേധങ്ങളെയും അപമാനങ്ങളെയും കേൾക്കുവാനുള്ളതായ ഒരു സന്മനസ്. നീതി. അനീതിയായി ഒന്നും സംസാരിക്കാതിരിക്കുക, അനീതിയായിട്ടൊന്നും ചെയ്യാതിരിക്കുക. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ്റെ ഉള്ളിൽ സകലത്തെയും സ്നേഹിപ്പാനും വഹിപ്പാനും കർത്താവിന് മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് എൻ്റെ ദൈവം തരുന്നത് മതി, അവൻ്റെ പ്രമാണം, അവനല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ആരാധ്യമായി ഉണ്ടാകുകയില്ല. ഈ പ്രമാണത്തെ വെല്ലുന്ന വേറൊരു പ്രമാണമില്ല. ഞാൻ അല്ലാതെ നിനക്ക് അന്യ ദൈവമില്ല. നിനക്ക് ആശ്വസിപ്പാനും ആശ്രയിപ്പാനും നിന്നെ വിടിവിക്കുവാനും ഒന്ന് നീ ചിന്തിക്കുന്നതായ ഒരു ദൈവം നിനക്ക് വേറെ ഇല്ല. നിന്നെ സ്നേഹിക്കുന്നവരും നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിൻ്റെ ഉള്ളിൽ അടിസ്ഥാനപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നീതിയല്ലാതെ അനീതി എന്നോട് ആരും ചെയ്യുന്നില്ല എന്ന് നിൻ്റെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയേക്കുള്ള ഒരു ഉണർച്ച നിൻ്റെ ജീവിതത്തിൽ വലിയൊരു ധൈര്യം കൊണ്ടുവരുന്നു. അങ്ങനെ നീ ആദ്യ സ്നേഹത്തിലേക്ക് നിനക്കൊരു പ്രവേശനധാര, ഒരു യാത്ര, ഉണരുവാനുള്ളതായ ഒരു ബലം. ഈ പ്രഭാതം ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ അനേകം പ്രാവശ്യം ഊറ്റപ്പെടുന്നതായി നിന്നെയും അപമാനവും കണ്ടുകൊണ്ട് അധൈര്യപ്പെട്ട്, ജീവിതത്തിൽ അധൈര്യപ്പെട്ട് തകർന്നു വിമ്പിടുന്നതായ ഹൃദയങ്ങളെ, കണ്ണുനീരൊഴുക്കുന്ന ഹൃദയങ്ങളെ, ആരുമില്ലാതെ ഭാരപ്പെടുന്നതായ ഹൃദയങ്ങളെ എല്ലാവരും റിജക്റ്റഡ് പേഴ്സൺ, ഭാര്യ ഉപേക്ഷിച്ച്, ഭർത്താവ് ഉപേക്ഷിച്ച്, കുഞ്ഞുങ്ങൾ ഉപേക്ഷിച്ച്, സകലരും ഉപേക്ഷിച്ചെന്ന് കരുതി ജീവിതത്തിൽ ഒരാശ വയ്ക്കുവാൻ ഒരു വാക്കുപോലും ഇല്ലാതെ ഭാരപ്പെടുന്ന ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, മനുഷ്യരുടെ വാക്ക് കേട്ട് നീ ഭയപ്പെടരുത്, അവരുടെ നിന്നെ ഓർത്തു നീ പേടിക്കരുത്, ഞാൻ രക്ഷിക്കുന്ന വീരനായി നിന്നോടുകൂടെ ഉണ്ട് എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. കർത്താവിൻ്റെ വചനത്തെ വിശ്വസിപ്പാൻ, അവനിൽ ആശ്വസിപ്പാൻ ഈ പ്രഭാതം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നിർബന്ധിക്കുകയാണ്. നിന്റെ ദുഃഖം അവൻ അറിയുന്നു, നിന്റെ കണ്ണുനീര് അവൻ കാണുന്നുണ്ട്, നിന്റെ സങ്കടം അവൻ തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിനക്ക് നൽകപ്പെടുന്ന വചനം നിന്നെ ശക്തിപ്പെടുത്തുവാനാണ്. നിന്റെ പഴയ സ്നേഹത്തിലേക്ക് നീ കടന്നു വരുമ്പോൾ, ആരും ആശ്രയമില്ലെങ്കിലും, ആരും നിന്റെ കൈക്ക് പിടിക്കുവാനില്ലെങ്കിലും ഒരദൃശ്യ ശക്തി നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതായ ഒരു വിശ്വാസം നിന്റെ ജീവിതത്തിൽ വരുന്നു. അതുവരെയും ദൈവം നമ്മെ ഒറ്റപ്പെടുത്തി കൊണ്ടുപോകും. ശിഷ്യന്മാരെ കർത്താവ് നിർബന്ധിച്ചു തനിക്ക് മുമ്പേ അക്കരയ്ക്ക് പോകുവാൻ. ശിഷ്യന്മാർക്ക് തന്നെ ആശ്ചര്യം തോന്നി, ഇവനെന്താ ഇങ്ങനെ ചെയ്യുന്നത്? നടുക്കടലിൽ ചെന്നപ്പോൾ, തിബരിയാസ് കടലിൻ്റെ നടുക്കടലിൽ ഒരു വിളിച്ച് നിലവിളിച്ചിരുന്നാൽ ശരി, അക്കരെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത രീതിയിൽ ആ നടുക്കടലിൽ ചെന്നപ്പോൾ ഇതാ കാറ്റ് വരുന്നു, വലിയ കൊടുങ്കാറ്റ്. അവിടെ വെച്ച് 30, 32, 35 വയസ്സൊക്കെ ഉള്ളതായ ആ ആരോഗ്യവാന്മാരായ പടയാളികളെ പോലെ നിൽക്കുന്ന 10-12 പേര് പടയിൽ നിന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയാണ്, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? തകർന്നു പോയി. ആരോഗ്യമുള്ള 10-12 പേരൊന്ന് വിളിച്ചു പോകിയാൽ എങ്ങനെ ഇരിക്കും? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞോ? കർത്താവ് അവരോട് ചോദിച്ചു, ശക്തിപ്പെടുവീൻ. നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ആരുമില്ലാത്ത സ്ഥാനത്ത് ദൈവം നിങ്ങളെ ശക്തീകരിക്കുമെന്ന് നിങ്ങൾ ഉറപ്പാക്കുവാൻ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് നിന്നെ ഈ സമുദ്രത്തിൻ്റെ നടുവിൽ കൊണ്ടുവന്നത്. നശിപ്പിക്കുവാനല്ല, കർത്താവ് മാത്രം നിന്നെ രക്ഷിക്കുമെന്ന് നിന്നെ തിരിച്ചറിയിക്കുവാൻ. ഈ പ്രഭാതം നിന്നെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.